ദീർഘദൃഷ്ടിയോട് കൂടിയുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് പ്രതിപക്ഷം പോകുന്നത്? കാരണം അവർ എതിർക്കാൻ പോവുകയാണ്. അവരെതിർക്കുന്നത് അവർക്ക് ദോഷമായി ഭവിക്കൂ. കാരണം ഇന്ത്യയിലെ 50% വോട്ടർമാരെ അവർ തള്ളുന്നതായിട്ട് ചിത്രീകരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ ഡീലിമിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു. ഡീലിമിറ്റേഷൻ നരേന്ദ്രമോദി വന്നപ്പോഴല്ലല്ലോ ഇത് തുടങ്ങിയത്. ഇത് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ കാലം മുതൽ നമ്മൾ ഡീലിമിറ്റേഷൻ നടത്തിയപ്പോഴൊക്കെ കോൺഗ്രസ് ഇതുപോലെ നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കേരളത്തിൽ നടത്തിയപ്പോൾ കണ്ടാണല്ലോ 2011 ഇവിടെ ഈ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തെക്കൻ ജില്ലകളിൽ കുറയുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെട്ടിമുറിച്ചത് എങ്ങനെയാണെന്ന് നോക്കിയാൽ കോണക രൂപത്തിലും ത്രികോണ രൂപത്തിലും കോഴിമുട്ട രൂപത്തിലും ഒക്കെ ആയിട്ടാണ് ഓരോ വാർഡുകൾ ഇരിക്കുന്നത്. ആ വാർഡുകളിൽ തന്നെ വാർഡിലുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് എൻ്റെ വാർഡാണോ അപ്പുറത്തേതാണോ എന്നറിയാൻ പറ്റാത്ത വിധത്തിലാണ് വാർഡ് വിഭജനം നടത്തി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കാലാകാലങ്ങളിൽ ഓരോ പാർട്ടികൾ നടത്തിയിട്ടുണ്ട്. അതിന് കുറേയൊക്കെ കടിഞ്ഞാണിടാനായിട്ട് കേന്ദ്ര നേതൃത്വം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ പോയാലും അവർക്കറിയാം ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിവിഷൻ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്, ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നത് അവർക്ക് ഗുണമായിട്ട് വരുള്ളൂ. കാരണം ഈ തത്വം നോർത്ത് ഇന്ത്യയിൽ ഇവർ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് ഇവർ നിലകൊള്ളുന്നത്.